അമ്മ ഈ മത്തേല നുള്ളി എടുക്കണത് നാളത്തേക്ക് നമുക്ക് കറി വേണ്ടേ, ഇലക്കറി വേണ്ടേ? അതുകൊണ്ട് അമ്മ നേരത്തെ നുള്ളി വെക്കണേ. ഈ മത്തേലാണെങ്കിൽ മത്തങ്ങ ഒന്നും ഉണ്ടായില്ലേ, ചോലയുണ്ട്, നല്ല ചോലയില കിടക്കണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ തൊഴുത്തിൻ്റെ മുകളിൽ അറിഞ്ഞപ്പോൾ നന്നായിട്ട് ഇഷ്ടംമാതിരി മത്തങ്ങ ഉണ്ടായേ. ഈ തവണയാണെങ്കിൽ ചോലയായതുകൊണ്ട് മത്തങ്ങ ഇല്ല. അപ്പം ഞാൻ ഓർത്തു ഇച്ചിരി മത്തയില അങ്ങ് നുള്ളി എടുക്കാമോ. നമ്മുടെ നാരകം എത്രയായി പൊന്നു ചേട്ടായിയുടെ നാരകം? അയ്യോ ദേ ഒരു മതിയായ പുഴു ഇരിക്കണം. ഈ ഇല പിടിച്ചപ്പോൾ ഒരു പുഴു. അയ്യടാ, നമ്മുടെ മഴ അങ്ങ് മാറി വെയിൽ തുടങ്ങിയാലുള്ള നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാലുള്ള വിഷയം അതാ. നമ്മുടെ പിള്ളേരെയൊക്കെ ഉണ്ടല്ലോ സൂക്ഷിച്ച് പറമ്പിലിറക്കിയില്ലെങ്കിൽ ഇനിയുള്ള ശല്യം എന്ന് വെച്ചാൽ പുഴുവിൻ്റെ ഭയങ്കര ശല്യമാട്ടോ. ഇത് കുട്ടികളുടെ ദേഹത്തൊക്കെ മുട്ടിയ ഭയങ്കര ഇച്ചിങ്ങും ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമേ. കണ്ടോ ഒരു പുഴു കണ്ടോ? നമ്മുടെ നാരകത്തിനെ ആക്രമിക്കാനിരുന്ന പുഴുവാണേ. പുഴുവിൻ്റെ ശല്യം ഭയങ്കര കേട്ടോ. ഞാൻ ആദ്യം കാട്ടി തന്നത്, ഞാൻ ആദ്യം അപ്പറേ പറമ്പിലിറങ്ങിയപ്പോൾ കണ്ട പുഴുവാ. ഓ ഇതിൻ്റെ ശല്യം നമ്മുടെ ദേഹത്ത് മുട്ടിയിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിയും. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിയും. ഓ ഈ ഒരു ക്ലിപ്പ് നോക്കിയേ, ഞാൻ പറമ്പിലിറങ്ങിയപ്പോൾ കണ്ടതാട്ടോ. എന്തോരം പുഴുക്കളാ ഒരു മരത്തേൽ, ഇങ്ങനെ ഒരു പാഴ്മര ഇങ്ങനെ ഇരിക്കണം കണ്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും അല്ലേ. ഇതെങ്ങാനും നമ്മൾ അറിയാണ്ട് അതിൻ്റെ അവിടെ നമ്മുടെ ദേഹത്ത് തട്ടു എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഭയങ്കര ഇതാവുകയെ ഉണ്ടോ. ഭയങ്കരമായിട്ട് ദേഹത്ത് പൊന്തി വരും. ചിലർക്ക് ഇതുമൂലം പനി വരെ വരും കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ആ രോമം പോലെ നിൽക്കുന്ന സാധനം കണ്ടോ. ഞാൻ ഈ കൊക്കോയുടെ തൊണ്ടേ നമ്മുടെ വീടിനടുത്തിട്ട കൊതുകുണ്ടാവും, അതുകൊണ്ട് നമ്മുടെ ഈ ജാതിയുടെ ചോട്ടിക്കൊണ്ടിടാൻ വന്നതാ. അമ്മേ പൊന്നെ അവിടെ നിന്നോട്ടോ. അമ്മ അത് തെങ്ങിൻ്റെ വീട്ടിൽ തേങ്ങയുണ്ടോ എന്ന് കൂടെ നോക്കട്ടെ കേട്ടോ. നമുക്കിപ്പോൾ ഒത്തിരി തെങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തേങ്ങയിടലുകാർ വരില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ വീണ് കിട്ടും, അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ ഒത്തിരിയൊക്കെ ഉള്ളപ്പോൾ അവരിടാൻ വരും കേട്ടോ. അവർക്കും പണിത്തിരക്കും കാര്യങ്ങളും. ഇപ്പോൾ തേങ്ങയിടലുകാരൊന്നും അങ്ങനെ ഒത്തിരിയൊന്നും ഇല്ലല്ലോ. അത് അവിടെ ഒരു തേങ്ങ നടക്കും. രക്ഷപ്പെട്ടു. അപ്പുറത്തേക്കും കൂടെ നോക്കട്ടെ കേട്ടോ. പൊന്നു അവിടെ നിന്നോട്ടോ. അമ്മ അപ്പുറത്തേക്കും കൂടെ നോക്കട്ടെ. ഞങ്ങൾ തേങ്ങയുണ്ടോ നോക്കട്ടെ. തേങ്ങ വിളഞ്ഞ് കിടക്കണ്ടല്ലോ. മേളിൽ തെങ്ങിൻ്റെ മേളിൽ അതാ ഈ കിടക്കണം. എന്തല്ലേ പൊന്നെ നമുക്ക് തേങ്ങ കിട്ടിയത്. അമ്മ അങ്ങോട്ട് വരാം. പൊന്നു ഒരു തെങ്ങയും കൂടെ കിട്ടിയതാ ബക്കറ്റിലിടണം. പൊന്നു എവിടെയാ? എന്നാ പോയാലോ? കൊതുക് കൊത്തുണ്ടല്ലേ? കൊതുക് കൊത്തുന്നുണ്ട്. പോയേക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ ഞങ്ങൾ തേങ്ങയൊക്കെ ബക്കറ്റിലിട്ട് ഒരു കമ്പ് വിറകും കിട്ടി. അതും എടുത്തോണ്ട് ഞങ്ങൾ വരും കേട്ടോ. അപ്പം ഞങ്ങൾ പറമ്പിലൊക്കെ പോയി മടുത്താട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് പറഞ്ഞപ്പോൾ പൊന്നു പറഞ്ഞ് ശർക്കര വേണമെന്നതേ. അപ്പോൾ എനിക്ക് അന്നേരം ഒരു കുഞ്ഞുനാളിലൊക്കെ ശർക്കരയും തേങ്ങയും തിന്നാൻ ഭയങ്കര ആഗ്രഹമല്ലേ. അപ്പോൾ ഞാൻ വെച്ചാൽ തേങ്ങ കൊത്തിയെടുത്തു, അതിലേക്ക് ശർക്കര ഇട്ടു കേട്ടോ. പിള്ളേർക്ക് ശർക്കരയൊക്കെ നല്ലല്ലേ, നല്ല അയൺ കൂടി വരാൻ വേണ്ടി ശർക്കര വെച്ചാൽ മതി കേട്ടോ. നല്ലതാണ് പൊന്നോ, ഇഷ്ടപ്പെട്ടോ? പൊന്നെ തേങ്ങ തന്നെയായിട്ട് തിന്നാം. ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, അല്ലാണ്ട് ശർക്കര തന്നെയായിട്ടും തിന്നും. ഇപ്പം നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? ശർക്കര ഞങ്ങൾ കൂട്ടി കഴിക്കണം. ഇപ്പൊക്കെ ഇങ്ങനെ ശർക്കരയും തേങ്ങയും കഴിക്കണവരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവരുന്നാ
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നമുക്ക് ഇത്തിരി തിന്നേ, മൊത്തത്തോടെ തന്നെ ഒരു പീസ് എടുക്കാമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ പിന്നെ ഇറക്കിക്ക് ഇറക്കിയിട്ട് പറഞ്ഞ് ഞങ്ങളൊന്ന് സപ്പോർട്ട് വീഡിയോ ഇഷ്ടമാണോ? എന്നാ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യട്ടോ ഞങ്ങളെ. അപ്പം നല്ല താടാ. ബൈ ബൈ ബൈ. ഓക്കേ.